ഹായ് ഓൾ, നമ്മുടെ ഈ ഒരു മണി മാനിഫെസ്റ്റേഷൻ അഥവാ മണി സങ്കല്പ് എന്ന് പറയുന്ന ചലഞ്ച് ആരംഭിച്ചിട്ട് ഇപ്പം ഡേ 8 ആയി. ആക്ച്വലി ഞാനിപ്പം വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഡേ 8 അല്ല, 12ാമത്തെ ദിവസമാണ് ആയത്. അപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 8ാമത്തെ ദിവസമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരു 12 ദിവസമായപ്പോൾ തന്നെ എനിക്ക് 24,000 രൂപ കിട്ടി. ഞാൻ ഈ മണി സങ്കല്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു എനിക്ക് 21,000 രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അതല്ല, എനിക്ക് 24,000 രൂപ കിട്ടി. അപ്പോൾ അതിലെനിക്ക് എക്സ്ട്രാ കിട്ടിയ പൈസ ഞാൻ ഗുരുവായൂരും തൃക്കാക്കര അമ്പലത്തിലും പോയപ്പോഴത്തേക്കും അവിടെ വഴിപാടിനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ കൊടുത്തു. പിന്നെ ഈ ഒരു കാര്യം നടന്നത് ഞാൻ വെറുതെ ഇരുന്നിട്ടല്ല നടന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ പറയും മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അലൈൻ ചെയ്താൽ മതി. അങ്ങനെയല്ല, ഞാൻ ഈ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് വർക്കും ചെയ്തായിരുന്നു. എൻ്റെ ഫ്ലാറ്റ് ഒരെണ്ണം റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നത്, ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു 12 ദിവസം വളരെ കറക്റ്റായിട്ട് പോസ്റ്റും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സാരിയുടെ ബിസിനസ്, അതിനെക്കുറിച്ചിട്ടുള്ള പോസ്റ്റുകൾ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ട്യൂഷൻ റൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്ത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ പോയി. പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനയും ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു 3,000 രൂപയോളം ഭഗവാന് തന്നെ കൊടുത്തത്. ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ എൻ്റെ ചെറിയ കടങ്ങളും കാര്യങ്ങളും എല്ലാം വെട്ടി. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ബ്രോക്കർക്ക് അയാളുടെ ഫീസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇല്ലാതെയായത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എൻ്റെ മണി സങ്കല്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് റിച്വൽസിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഒരു ഓഫറുണ്ട്. 350 രൂപയുടെ പുസ്തകമാണ്. 299 രൂപയ്ക്ക് കിട്ടും. അത് കിട്ടേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നതല്ല, ഇപ്പോഴും ഉള്ളൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണോ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചത് അത് തന്നെയാണ് ഞാൻ ഈ ഒരു 12 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്തത്. ആ ഒരു പ്രോസസ്സിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഈ മണി സങ്കല്പ് ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആവശ്യമുള്ളവരെ മേടിക്കുക.